إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കണമെന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ മതമാണ് ഇസ്ലാം എന്ന പരിശുദ്ധ മതം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളിലേക്ക് എത്തിച്ച ഈ പരിശുദ്ധ മതം, ഇസ്ലാം മതത്തിന്റെ വലിയ പ്രത്യേകത എന്നുള്ളത് ഏതൊരു മനുഷ്യനും അംഗീകരിച്ചുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ടു പോകാൻ സാധിക്കുന്ന, മനുഷ്യന്റെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിക്കൊണ്ട് അള്ളാഹു നൽകിയ ഒരു മതമാണ് ഇസ്ലാം മതം. മനുഷ്യന് സാധിക്കാത്തതോ അല്ലെങ്കിൽ മനുഷ്യരെ കഷ്ടപ്പെടുത്തതുമായ യാതൊന്നും തന്നെ ഇസ്ലാം മതത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സഹാബികൾ പറയുന്നത് നമുക്ക് കാണാം. കാന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്
യുദക്കിറുനാ കുല്ല യൗമിൽ ഖമീസ്. എല്ലാ വ്യാഴാഴ്ച ദിവസവും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് തസ്കിയത്ത് നൽകുമായിരുന്നു, ഉത്ബോധനങ്ങൾ നൽകുമായിരുന്നു എന്ന്. അപ്പൊ സ്വഹാബികളിൽ ഒരു മനുഷ്യൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഫഖാല ലഹു റജുൽ, ഒരു മനുഷ്യൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ അബാ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരിൽ വിളിച്ചുകൊണ്ട് പറയാം, അല്ലയോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ഇന്നാ നുഹിബ്ബു ഹദീസക വനഷ്തഗീഹി വലവദിദ്നാ അന്നക ഹദ്ദസ്തനാ കുല്ല യൗം. അല്ല അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, താങ്കൾ വ്യാഴാഴ്ച മാത്രമാണ് ഞങ്ങൾക്ക് ഉത്ബോധനം നൽകുന്നത്. ആ വ്യാഴാഴ്ച നൽകുന്ന ഉത്ബോധനം, ആ തസ്കിയത്ത് എല്ലാ ദിവസവും അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ച് അദ്ദേഹത്തോട് പറയാണ്, ഫഖാല അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അദ്ദേഹം പറയുന്നത്, മാ യംനഉനി അൻ ഉഹദ്ദിസകും ഇല്ലാ കറാഹിയതു അൻ ഉമില്ലകും. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ഉത്ബോധനങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു മുഷിപ്പുണ്ടാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഖവ്വലുനാ ബിൽ മൗളിഇഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധനങ്ങൾ നൽകുന്ന വിഷയത്തിൽ ബിൽ മൗഇളതി ഫിൽ അയ്യാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്ബോധനങ്ങൾ നൽകുന്ന, തസ്കിയത്തുകൾ നൽകുന്ന സന്ദർഭങ്ങളും സമയങ്ങളും ദിവസങ്ങളും പ്രത്യേകമായി കൊണ്ട് അത് നോക്കിക്കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്ബോധനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഉത്ബോധനങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നുള്ള മതം ഏതൊരു വിഷയത്തിലും മിതത്വം പാലിച്ചുകൊണ്ട്, അത് ഭൗതികമായ വിഷയങ്ങളിലാകട്ടെ, അതല്ല പരലോകത്തിന്റെ വിഷയങ്ങളിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും ഒരു മിതത്വം പാലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത, തീരെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയുമല്ല, എന്നാൽ അതിൽ നിന്ന് തീവ്രമായി പോകുന്ന ഒരവസ്ഥയുമല്ല, രണ്ടിൽ നിന്നും മിതത്വമായി മുന്നോട്ട് പോകുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന മതം എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കുറിച്ച് ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ. നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ഉമ്മത്തൻ, ഏറ്റവും നല്ല ഒരു ഉമ്മത്ത്, ഉത്തമമായ ഒരു ഉമ്മത്ത്. ആ ഉമ്മത്തിന്റെ മറ്റൊരു പ്രത്യേകത വസതൻ, മധ്യമ നിലപാടുള്ള, എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കുന്ന ഉത്തമമായ ഒരു ഉമ്മത്താണ് നമ്മൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പോ ഏതൊരു വിഷയത്തിലും ഒരു മുഅ്മിൻ എന്നോണം, ഒരു സത്യവിശ്വാസി എന്നോണം നമ്മൾ പാലിക്കേണ്ടത് അതൊരു മധ്യമ നിലപാടാണ് എന്ന് സുന്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീവ്രത കാണിച്ചു പോയ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കണിശമായി കൊണ്ട് ഇത്തരത്തിൽ തീവ്രമായ നിലപാടുകൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് നമുക്ക് കാണാം. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും. അല്ലയോ വേദക്കാരെ, അഹ്ലു കിതാബിന്റെ ആളുകളെ, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ തീവ്രത കാണിക്കരുത്, അതിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരോട് പറയാം. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. അതുപോലെ അല്ലാഹുവിന്റെ കാര്യത്തിൽ ഇല്ലാത്തത്, ഹഖല്ലാത്തത് നിങ്ങൾ പറയരുത് എന്ന് വേദക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, ഖുൽ, നബിയെ താങ്കൾ പറയുക, യാ അഹ്ലൽ കിതാബ്
അല്ലയോ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുകവിയരുത് എന്ന് മറ്റൊരായത്തിൽ നമുക്ക് കാണാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് മിതത്വം പാലിക്കുന്നവരെയാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലകൽ മുതനത്തിഊൻ, അതിര് കവിയുന്ന ആളുകൾക്ക് നാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഖാലഹാ തലാസൻ, 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ചു. കർക്കശം പാലിക്കുന്ന, അതിര് കവിയുന്ന, ചെണ്ട പിടിക്കുന്ന, ഒരു തീവ്ര സ്വഭാവം പിടിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് നാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത് തീവ്രത എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അത് ആളുകളുടെ സംസാരത്തിലുള്ള തീവ്രത, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലുള്ളത്, അതുപോലെ തന്നെ മതത്തിന്റെ വിഷയത്തിലുള്ള തീവ്രത, ഈ തീവ്രതയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, ദീനിൽ അതിര് കവിയുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം എന്താണ്? ദീനിൽ അതിര് കവിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ നശിപ്പിച്ചു കളഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അൽ ഖുലൂഉ ഫിദ്ദീൻ, ദീനിലുണ്ടായിരുന്ന തീവ്രതയായിരുന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ നശിപ്പിച്ചു കളഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നത് നമുക്ക് കാണാം. മതത്തിലുള്ള തീവ്രത മുൻകഴിഞ്ഞു പോയ ജനങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. എങ്ങനെയാണ് മതത്തിലുള്ള തീവ്രത അത് കടന്നു വരുന്നത്? പ്രാർത്ഥനാ രംഗത്താകട്ടെ, അതുപോലെ തന്നെ ഇബാദത്തിന്റെ രംഗങ്ങളിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും എവിടെയാണ് നമുക്ക് തീവ്രത കടന്നു വരുന്നത്? അത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, പ്രവാചകൻ കാണിച്ചു തരാത്ത കാര്യങ്ങളിലേക്ക് മനുഷ്യൻ കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തീവ്രത വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം. ഉദ്ഉ റബ്ബക്കും തളറുഉ വഖുഫിയ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് അത് വളരെ വിനയത്തോടു കൂടി, ഏറ്റവും നല്ല വിനയത്തോടു കൂടി നിങ്ങൾ അല്ലാഹുവിലേക്ക് കടന്നു വരിക. അതുപോലെ തന്നെ രഹസ്യമായിക്കൊണ്ട്, അല്ലെ, രാത്രിയുടെ അന്തിയാമങ്ങളിൽ ഉണർത്തമുണീച്ചുകൊണ്ട്, ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് കടന്നു വരിക. അതുപോലെ തന്നെ മറ്റൊരായത്ത് നമുക്ക് കാണാം. വലാ തജ്ഹർ ബിസ്വലാതിക, നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നിങ്ങൾ ഉറക്ക കരയരുത്. അതുപോലെ തന്നെ നിങ്ങളോ തീരെ ഒന്നുമില്ലാത്ത രൂപത്തിൽ നിങ്ങളായി പോകരുത്. അതിന്റെ രണ്ടിന്റെയും മിതത്വം പാലിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോ ഈ രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം വേണമെന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് പ്രാർത്ഥനാ രംഗത്തായാലും ഒരു മിതത്വം നമുക്ക് വേണം. എന്നാൽ ആ പ്രാർത്ഥനാ രംഗത്തുള്ള മിതത്വത്തിൽ നിന്ന് ആളുകൾ വിട്ടുകടക്കുമ്പോഴാണ് പിന്നീട് സൃഷ്ടിയിൽ നിന്ന് മാറി സൃഷ്ടികളിലേക്ക്, സൃഷ്ടാവിൽ നിന്ന് മാറി സൃഷ്ടികളിലേക്ക് ആളുകൾ അവരുടെ പ്രാർത്ഥനകൾ അതിലേക്ക് പോകുന്നു. പ്രവാചകനിലേക്ക് പ്രാർത്ഥനകൾ ആളുകൾ അർപ്പിക്കുന്നു. അല്ലാഹുവിലേക്കുള്ള ആ പ്രാർത്ഥന, ആ ശുപാർശ അത് മതിയാകാതെ ആളുകൾക്ക് വരുന്നു. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മൂലം പിന്നീട് ആ മതത്തിലുള്ള അതിരുകവിയൽ മൂലം പിന്നീട് പ്രവാചകനിലേക്ക് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുന്നു. പിന്നീട് ജാറങ്ങളിലേക്കും മക്ബറുകളിലേക്കും ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുന്നു. പ്രിയമുള്ളവരെ, ഇത് ദീനിലില്ലാത്തതാണ്, ഇത് അതിരുകവിയലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ആരാധനാ രംഗത്ത് നമ്മൾ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനാ രംഗത്ത് പഠിപ്പിക്കാത്ത ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും അതുപോലെ തന്നെ ശരീരം മുറിച്ചുകൊണ്ടുള്ള കുത്തുറാത്തീബുകളും ഇതൊക്കെ എവിടെയാണ്? ഇതൊന്നും ദീനിലില്ലാത്തതാണ്. ഇതൊക്കെ അതിര് കവിഞ്ഞുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന, അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ നാശത്തിന് കാരണമായത് അത് അവരുടെ മതത്തിൽ അവർ തീവ്രത പാലിച്ചത് കൊണ്ടാണ്, അതിര് കവിഞ്ഞതുകൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതിതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും മിതത്വമാണ് ഒരു മുഅ്മിനീന് വേണ്ടത്. 3 ആളുകളെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാം. 3 ആളുകൾ റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. റസൂലിനെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്നാണ് അവർ ചോദിക്കുന്നത്? യസ്അലൂന അൻ ഇബാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ
ഇബാദത്തുകളെ കുറിച്ച് ആ ആളുകൾ ഉമ്മുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഉമ്മയായ റസൂലിന്റെ ഭാര്യമാരോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ഉമ്മമാർ അവർക്ക് പങ്കുവെച്ചു കൊടുത്തു എങ്ങനെയാണ് റസൂലിന്റെ ഇബാദത്തുകൾ, റസൂലിന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് ആ ഉമ്മമാർ അവർക്ക് പകർന്നു കൊടുത്തു. ആ സമയത്ത് ആ ആളുകൾ ചിന്തിക്കുകയാണ്, അവരിങ്ങനെ ചോദിക്കുകയാണ്, റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം റസൂല് തന്റെ ജീവിതത്തിൽ ഇബാദത്ത് എടുക്കുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം അമലുകൾ റസൂലിന്റെ ജീവിതത്തിൽ റസൂൽ എടുക്കുന്നുണ്ടെങ്കിൽ, ആ റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെട്ടു കൊടുത്തതല്ലേ, എന്നിട്ടും റസൂൽ ഇത്രമാത്രം നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുള്ള മനോഭാവത്തിൽ ആ ആളുകൾ ഇങ്ങനെ കരയാൻ തുടങ്ങിയതാണ്. അവരുടെ വല്ലാത്തൊരു മനോനുകരത്തിലേക്ക് അവർ ഉയർന്നു വന്നു. ആ സമയത്ത് ഓരോ ആളുകളും ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്നാണ്. ഖാല അഹദുഹും, അതിലൊരു മനുഷ്യൻ പ്രഖ്യാപിച്ചത്, അമ്മാ അന ഫഇന്നി ഉസല്ലി അല്ലൈല അബദൻ, ഇന്നു മുതൽ എല്ലാ രാത്രികളിലും നിന്നുകൊണ്ട് വിടാതെ ഞാൻ നമസ്കരിക്കും എന്ന് അതിൽ നിന്നൊരു മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ വഖാലൽ ആഖിർ, മറ്റൊരു മനുഷ്യൻ പറഞ്ഞു, അന അസൂമു അദ്ദഹറ വലാ ഉഫ്തിർ, ഞാനിനി വിടാതെ എല്ലാ ദിവസങ്ങളിലും നോമ്പ് നോറ്റുകൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നേറും എന്ന് മറ്റൊരു മനുഷ്യൻ പ്രഖ്യാപിച്ചു. മൂന്നാമത്തെ മനുഷ്യൻ പറയുന്നത്, വഖാലൽ ആഖിർ അന അഅ്തസിലു നിസാഅ ഫലാ അതസവ്വജു അബദൻ, ഞാനിനി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലാതെ വിവാഹം കഴിക്കാതെ അങ്ങനെ ഒരു ജീവിതം, ഒരു സന്യാസ ജീവിതം, അല്ലാഹുവിലേക്ക് മാത്രം ഇബാദത്ത് എടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം അത് ഞാൻ നയിക്കും എന്ന് ഈ മൂന്നാളുകളും മൂന്ന് പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. ഈ വിവരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്താണ്. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആ ആളുകളോട് ചോദിക്കുന്നുണ്ട്, അൻതുമുൽ ലദീന ഖുൽതും കദാ വകദാ, അല്ല നിങ്ങളാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങളാണോ? അപ്പൊ ആ സമയത്ത് അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അത് ഞങ്ങളാ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു ഇസ്ലാമികമായ മധുരമുള്ള ഒരു പാഠം, വിദഗ്ധത്തിന്റെ ഒരു പാഠം അവർക്ക് പകർന്നു നൽകുന്നത് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹി ഇന്നി ലഅഖ്ശാകും, അല്ലാഹുവാണ് സത്യം, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ ഭയക്കുന്നത് ഞാനാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅത്ഖാകും, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ ഭയക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളെക്കാൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതും ഞാനാണ്. ലാകിന്നി, പക്ഷെ ഞാൻ ഉസീമു വ ഉഫ്തിറു, ഞാൻ നോമ്പ് നോൽക്കുന്നുമുണ്ട്, ആ നോമ്പ് അത് മുറിക്കുന്നുമുണ്ട്. വ ഉസല്ലി വ അഖും വ അർഖുദു വ അതസവ്വജു നിസാ, ഞാൻ രാത്രികളിൽ എണീറ്റുകൊണ്ട് നമസ്കരിക്കുന്നുമുണ്ട്, ഞാൻ ഉറങ്ങുന്നുമുണ്ട്, ഞാൻ ഭാര്യമാരെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. ഫമൻ റഗിബ അൻ സുന്നതി, ആരാണോ എന്റെ സുന്നത്തിനെ നിരാകരിക്കുന്നത്, ഫലൈസ മിന്നി, അവരെന്നിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വലിയ ഒരു പാഠം ആ മൂന്നാളുകളിലൂടെ ഈ ലോകത്തുള്ള മുഴുവൻ ജനപദത്തിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മതത്തിൽ തീവ്രത വാരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്തതാണ്. ഏതൊരു വിഷയത്തിലും, അത് നമ്മളുടെ ഭൗതികമായ വിഷയങ്ങളിലാകട്ടെ, ധനത്തിന്റെ വിഷയങ്ങളിലാകട്ടെ, വസ്ത്രധാരണയുടെ വിഷയങ്ങളിലാകട്ടെ, ധൂർത്തിന്റെ വിഷയത്തിലാകട്ടെ, പണത്തിന്റെ വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിൽ നോക്കിയാലും അവിടെയെല്ലാം ഒരു മിതത്വം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ. അത് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അംർ, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ യുവകാലഘട്ടങ്ങളിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രികൾ മുഴുവൻ നിന്നുകൊണ്ട് നമസ്കരിച്ചിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിടാതെ നോമ്പ് നോറ്റിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് ഇങ്ങനെ രാത്രികളിൽ ഉറങ്ങാതെ നമസ്കരിച്ചും എല്ലാ ദിവസവും നോമ്പ് നോറ്റും, അങ്ങനെ അവസാനം അദ്ദേഹത്തിന് എന്താ പറ്റി തുടങ്ങി? അദ്ദേഹത്തിന്റെ ശരീരം ശോഷിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഉറക്കം കിട്ടാതെ അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫർളായ നമസ്കാരങ്ങളിലേക്ക് അത് ബാധിച്ചു തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നൽകുന്ന നമുക്ക് ഒരു ഉപദേശം നമുക്ക് കാണാം. റസൂൽ പറയാണ്, അലം ഉഖ്ബിർ അന്നക തഖൂമുൽ ലൈല വതുസൂമുൻ നഹാർ, അല്ല ഞാൻ അറിഞ്ഞു നീയാണ് രാത്രികളിൽ നിന്ന് നമസ്കരിക്കുകയും അങ്ങനെ മുഴുവൻ ദിവസങ്ങളിൽ നിന്ന് നോമ്പ് നോൽക്കുന്നത്, അത് നീയാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഇന്നി അഫ്അൽ
അഫ്അലു ദാലിക, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന അധ്യാപനം നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക ഇദാ ഫഅൽത ദാലിക ഹജമത് ഐനാക വനഫിഹത് നഫ്സക, നീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ കണ്ണിന് അതൊരു ബുദ്ധിമുട്ടാണ്, നിന്റെ ശരീരം അത് ദുർബലമാകാൻ തുടങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ലിഐനിക ഹഖ്കുൻ, നിനക്ക് നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്. വലിനഫ്സിക ഹഖ്കുൻ, നിനക്ക് നിന്റെ സ്വന്തം നഫ്സിനോട് നിന്റെ ശരീരത്തിനോട് ബാധ്യതയുണ്ട്. വലി അഹ്ലിക ഹഖ്കുൻ, നിനക്ക് നിന്റെ കുടുംബത്തോട് ബാധ്യതയുണ്ട്, നിന്റെ ഇണയോട് ബാധ്യതയുണ്ട്. അവൾക്ക് വേണ്ട സമയം നീ അനുവദിച്ചു നൽകണം. അത് നമസ്കാരങ്ങൾ മാത്രമായി പോകാൻ പാടില്ല. വലി അഹ്ലിക ഹഖ്കുൻ, നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എണീറ്റ് നമസ്കരിച്ചു കൊള്ളുക. അതുപോലെ തന്നെ വനം, നീ ഉറങ്ങുകയും ചെയ്യുക. വസും, അതുപോലെ നീ നോമ്പ് നോറ്റുകൊള്ളുക. വഅഫ്തിർ, അതുപോലെ ആ നോമ്പ് നീ മുറിക്കുകയും ചെയ്യുക. നിന്റെ കുടുംബത്തിന് വേണ്ട ആ സമയം നീ അവർക്കായി വിട്ടുകൊടുക്കുക. പ്രിയമുള്ളവരെ, ഈ അധ്യാപനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഏതൊരു വിഷയത്തിലും നമ്മൾ പാലിക്കേണ്ടത് അത് മിതത്വമാണ്. എവിടെയായാലും നമ്മൾ നോക്കിയാൽ നമ്മൾ കാണുന്നത് അത് മിതത്വമാണ്. മഹാനായ സ്വഹാബി ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. കുൻതു ഉസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലവാത്ത്, ഞാൻ റസൂലിന്റെ കൂടെ ഇങ്ങനെ നമസ്കരിക്കുകയും അതുപോലെ തന്നെ റസൂലിന്റെ കൂടെ റസൂൽ നിർവഹിക്കുന്ന ഖുതുബകളും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അവിടെ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് റസൂലിന്റെ നമസ്കാരങ്ങൾ അത് മിതത്വമായിരുന്നു, റസൂലിന്റെ ഖുതുബകൾ അതും മിതത്തിലുള്ള ഒരു ഖുതുബയായിരുന്നു എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരു വിഷയത്തിലും നമുക്ക് ആവശ്യം അത് മിതത്വമാണ്. അത് ഇനി തീവ്രമായ മതത്തിന്റെ വിഷയമല്ലെങ്കിലും അതിൽ നിന്ന് കുറഞ്ഞ നമ്മളുടെ ഭൗതികമായ വിഷയങ്ങൾ അതിലായാലും നമുക്ക് ദൂർത്ത് പാടില്ല. സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയങ്ങളിൽ അവിടെ നമുക്ക് ദൂർത്ത് പാടില്ല. എത്രത്തോളമാണെന്ന് വെച്ചാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് വഇൻ ആഖിബതും ഫആഖിബു മിസ്ല മാ ഉഖിബതും ബിഹി, ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നിടത്ത് പോലും ഏറ്റവും നല്ല മിതത്വമുള്ള ശിക്ഷാ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇനിയോ വല ഇൻ സബർതും, ഇനി നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവിടെ പോലും ഏറ്റവും നല്ല തുല്യതയോടുകൂടിയല്ലാതെ നിങ്ങളത് നിർവഹിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മറ്റൊരായത്ത് നമുക്ക് കാണാം. സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തജ്അലി യദക മഗ്ലൂലതൻ, നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ പിരടിയിലേക്ക് നിങ്ങൾ ബന്ധസ്ഥനായി നിങ്ങൾ മാറരുത്. കാരണം എന്താണ്? ഇലാ ഉനികിക, നിങ്ങളുടെ പിരടിയിലേക്ക് നിങ്ങളുടെ കൈകൾ ബന്ധസ്ഥനായി നിങ്ങൾ മാറരുത്. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, അതുപോലെ തന്നെ ആ ബന്ധിച്ച കൈകൾ ഇങ്ങനെ നീട്ടിവിട്ട പോലെ രണ്ട് കൈകളും ഇങ്ങനെ നീണ്ടുപോയ ആളുകളെ പോലെയും നിങ്ങളാകരുത് എന്ന് പറഞ്ഞാൽ ധനം ചെലവഴിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഒട്ടും ധനം ചെലവഴിക്കാതെ ഇങ്ങനെ പിരടിയിൽ കെട്ടിവെച്ചതുപോലെ പിശുക്ക് കാണിക്കുന്ന ആളുകളായി പോകാൻ നിങ്ങൾ പാടില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് അഴിച്ചുവിട്ട രണ്ട് കൈകളും ഇങ്ങനെ തുറന്നിട്ട പോലെ അതിങ്ങനെ ദൂർത്തോടുകൂടി എല്ലാത്തിനും ചെലവഴിക്കുന്ന ആളുകളെ പോലെയും നിങ്ങളാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോ എല്ലാ വിഷയങ്ങളിലും മിതത്വം വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മഹാനായ ഒരു സ്വഹാബി റസൂലിന്റെ അടുക്കലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം അല്പം മോശമായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നത് നമുക്ക് കാണാം. അല കമാൽ, അല്ല മനുഷ്യ, നിനക്ക് നിന്റെ കയ്യിൽ പൈസ ഇല്ലേ, ധനമില്ലേ? അപ്പൊ ആ സ്വഹാബി തിരിച്ചു പറഞ്ഞു ഖാല നഅം, അത് റസൂൽ എന്റെ കയ്യിൽ ധനമുണ്ട്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു റസൂൽ ചോദിക്കുകയാണ് മിൻ അയ്യിൽ മാൽ, ആ ധനം നീ എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എന്ത് മാലാണ്? അപ്പോ ആ മനുഷ്യൻ തിരിച്ചു പറയാണ് ഖദ് അതാനി അല്ലാഹ്, എനിക്ക് അല്ലാഹു നൽകിയതാണ് മിനൽ ഇബ്രി വൽ ഗനമി വൽ ഖൈൽ, ആടായും ഒട്ടകമായും കുതിരയുമായും ഒക്കെ അല്ലാഹു എനിക്ക് നൽകിയ, അതിലൂടെ കച്ചവടം ചെയ്ത് അല്ലാഹു നൽകിയ ആ ധനമാണ് റസൂലേ എന്ന് ആ മനുഷ്യൻ തിരിച്ച് റസൂലുള്ളാഹിയോട് പറയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വലിയ അധ്യാപനം കൂടി ആ മനുഷ്യന്റെ മുന്നിൽ തുറന്നു വെക്കാണ്. റസൂൽ പറയാണ് ഫഇദാ അതാകല്ലാഹു മാലൻ, അല്ല മനുഷ്യ, അല്ലാഹു നിനക്ക് ധനം നൽകിയിട്ടുണ്ടെങ്കിൽ ഫലിയുറാ അസറു നിഅമതിഹി അലൈക വ കറാമതിഹി, അല്ലാഹു നിനക്ക് നൽകിയ ആ അനുഗ്രഹ
അനുഗ്രഹത്തിന്റെയും ആ നിഅമത്തിന്റെയും അള്ളാഹു നിനക്ക് നൽകിയ ആ ഔദാര്യവും അത് നിന്റെ മേൽ നീ കാണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്ന് പറഞ്ഞാൽ ആ മോശം വസ്ത്രം മാറ്റിക്കൊണ്ട് ഒരല്പം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നാലോ അത് നേരെ ദൂർത്തായിക്കൊണ്ട് വളരെ ദൂരത്തിലേക്കും ആളുകൾ പോകാൻ പാടില്ല എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഏതൊരു വിഷയത്തിലും ഒരു മുഅ്മിൻ എന്നോളം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ ചെലവഴിക്കുന്ന ധനമായാലും അവരുടെ വസ്ത്രധാരണമായാലും നമ്മളുടെ വിഷയത്തിൽ ചെലവഴിക്കുന്നതായാലും വിനോദങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നതായാലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതായാലും ഏതൊരു വിഷയത്തിലായാലും നമ്മളുടെ സംസാരമായാലും നമ്മളുടെ നടത്തമായാലും എല്ലാ ഇടങ്ങളിലും ഒരു മിതത്വം വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഖുർആനിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഹരിമു ത്വയ്യിബാത്ത്, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ കാര്യങ്ങൾ, അല്ലാഹു ത്വയ്യിബാണെന്ന് വിശേഷിപ്പിച്ച കാര്യങ്ങൾ, അത് മാ അഹല്ലല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തത്തെ തന്നെ ഹറാമാക്കരുത് എന്ന് പറഞ്ഞാൽ അതിര് കവിഞ്ഞുകൊണ്ട് അല്ലാഹു പല കാര്യങ്ങളും നമുക്ക് ഈ ദുനിയാവിൽ ഹലാലാക്കിയ കാര്യങ്ങളുണ്ട്. പക്ഷെ ചില ആളുകൾ മതത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട് സ്വയം ആ കാര്യങ്ങൾ ഹറാമാക്കുന്ന രൂപത്തിലേക്ക് ആയി പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഹരിമു അത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ കാര്യങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് ഹറാമാക്കല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന നമുക്ക് കാണാം. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാണ്, വഇഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ ഒരു മിതത്വം വേണം. അതുപോലെ തന്നെ ബഗ്ളുൽ മിൻ സൗതിക, നമ്മളുടെ സംസാരത്തിൽ ഒരു മിതത്വം വേണം. ആ സംസാരം ഒരു ഉയർന്ന സംസാരമല്ലാതെ ഒരു മിതമായ ഒരു സംസാരത്തിലായാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ, ഏറ്റവും മോശപ്പെട്ട സൗണ്ട് എന്ന് പറയുന്നത്, ശബ്ദം എന്നുള്ളത് അത് സൗത്തുൽ ഹമീർ, അത് കഴുതയുടെ ശബ്ദമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിനെ മുഴുവിപ്പിച്ചുകൊണ്ട് പറയാണ്. അപ്പോ ഏതൊരു വിഷയമെടുത്താലും ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയുടെ ഭംഗി എന്നുള്ളത് അതവന്റെ മിതത്വത്തിലാണ്. ഒരു മുഅ്മിനിന് അവന്റെ ഈമാനികപരമായ ഒരു ഭംഗി അത് ഒളിഞ്ഞിരിക്കുന്നത് അവന്റെ മിതത്വത്തിലാണ്. ആ മിതത്വം അതെല്ലാ ഇടങ്ങളിലും ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ മിതത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് അതിര് കവിയാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞും പോകാതെ ആ മിതത്വത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂൽ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക, ഏതൊരു വിഷയത്തിലായാലും എങ്ങനെ ഒരു ഉപ്പയാകണം എന്നുള്ളതിൽ ഏറ്റവും നല്ല ഒരു മാതൃക റസൂലിലുണ്ട്. എങ്ങനെ ഒരു അധ്യാപകനാകണം എന്നുള്ളതിൽ ഏറ്റവും നല്ല മാതൃക ആ റസൂലിലുണ്ട്. എങ്ങനെ ഒരു ലീഡറാകണം എന്നുള്ള മാതൃക, അങ്ങനെ ഏതേത് വിഷയങ്ങൾ നമ്മൾ എടുത്താലും ഏതേത് മേഖലകളിലേക്ക് നമ്മൾ തിരിഞ്ഞാലും റസൂലിനോളം വലിയ ഒരു മാതൃക, റജുലുൻ മിസാലിയുൻ, ഒരു മാതൃക പുരുഷൻ, അത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ റസൂലാണ് നമ്മളെ പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ ഭംഗി അത് മിതത്വത്തിലാണ്. ഇസ്ലാം എന്നുള്ളത് അത് നമുക്ക് അല്ലാഹു നൽകിയ ഈ മതം അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒന്ന്, ഏതൊരു വിഷയത്തിലും മിതത്വം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതിര് കവിയാതെ എന്നാൽ അതിൽ നിന്ന് കുറയും ചെയ്യാതെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മൾക്കിടയിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ആ ആളുകളുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പള്ളിക്കാട്ടിലെ ആ ഖബറിൽ നമ്മളും കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല എളുപ്പമുള്ള മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മാനസികമായും ശാരീരികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, അവരുടെ ഒക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് നമുക്കൊക്കെ വസിയത്ത് നൽകിയ ഒരുപാട് സഹോദരന്മാർ, അവരുടെ ഒക്കെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനന്നാർ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അസിൽ അശ്ശിർക വൽ മുശ്രികീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. Sebuah kesediaan mudah-mudahan semudah berhentikan sekali. Allahu Akbar. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين.
الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر